സ്വർണം സർക്കാരിന്റെ കൈവശമുള്ളതിനേക്കാൾ ഇരട്ടി ജനങ്ങളുടെ കയ്യിലുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. എല്ലാത്തിനും കൃത്യമായ കണക്ക് തയ്യാറാക്കാനാണ് സർക്കാർ നീക്കം. ഇതിന്റെ ഭാഗമായി ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് അഥവാ BIS പുതിയ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. സ്വർണം ഹാൾമാർക്കിംഗ് ചെയ്യുമ്പോൾ കൂടുതൽ വിവരങ്ങൾ ഇനി മുതൽ അപ്ലോഡ് ചെയ്യണം. ജൂൺ 8 മുതൽ ആഭരണങ്ങളുടെ ഫോട്ടോയും തൂക്കവും അപ്ലോഡ് ചെയ്യണം എന്നാണ് BISന്റെ പുതിയ നിർദ്ദേശം. നേരത്തെ ഹാൾമാർക്കിംഗ് ചെയ്യുന്ന വേളയിൽ രേഖപ്പെടുത്തിയിരുന്ന വിവരങ്ങൾക്ക് പുറമെയാണിത്. ഇതോടെ ഹാൾമാർക്കിംഗ് നമ്പർ പരിശോധിച്ചാൽ ആഭരണത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും. മൈക്രോ ബാലൻസ് ഓട്ടോമാറ്റിക് ഇന്റഗ്രേഷൻ ഈ മാസം 15 മുതൽ നിർബന്ധമാക്കിയിട്ടുണ്ട്. സ്വർണ്ണക്കടയുടെ പേര്, രജിസ്ട്രേഷൻ നമ്പർ, വിലാസം, ഏതുതരം ആഭരണമാണ്, പരിശുദ്ധി എന്നിവയാണ് ഇതുവരെ ഹാൾമാർക്കിംഗ് നമ്പർ പരിശോധിച്ചാൽ കിട്ടിയിരുന്നത്. ഇനി മുതൽ BIS കെയർ ആപ്പിൽ പരിശോധിച്ചാൽ ആഭരണത്തിന്റെ ഫോട്ടോയും തൂക്കവും ലഭിക്കും. ജൂൺ 8 മുതലാണ് ഇത് നിർബന്ധമാക്കിയിരിക്കുന്നത്. ആഭരണങ്ങൾ വ്യാജമായി നിർമ്മിക്കുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് BISന്റെ പുതിയ നിർദ്ദേശം. കൂടാതെ മൈക്രോ ബാലൻസ് രേഖപ്പെടുത്തും. 1 മില്ലിഗ്രാം തൂക്കം വരെ കൃത്യമായി രേഖപ്പെടുത്തുമെന്ന് ചുരുക്കം. രാജ്യത്തെ 25 ഹാൾമാർക്കിംഗ് കേന്ദ്രങ്ങളിലാണ് മൈക്രോ ബാലൻസിംഗ് പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കുന്നത്. പിന്നീട് കൂടുതൽ കേന്ദ്രങ്ങളിലേക്ക് വ്യാപിപ്പിക്കും. സ്വർണ്ണവില വൻതോതിൽ ഉയർന്നത് വ്യാപാര മേഖല ക്ഷീണിക്കാൻ കാരണമായിട്ടുണ്ട്. പുതിയ സ്വർണം വാങ്ങുന്നവരുടെ എണ്ണം കുറഞ്ഞിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ സ്വർണത്തിന്റെ ഇറക്കുമതി ഉയർത്തിയത് വില വീണ്ടും ഉയരാൻ കാരണമായി. ഇതെല്ലാം ഉപഭോക്താക്കളെ പോലെ വ്യാപാരികളെയും ബാധിച്ചിട്ടുണ്ട്. അതിനിടെയാണ് ഹോൾമാർക്കിംഗിൽ കൂടുതൽ നിയന്ത്രണം വരുന്നത്. ഹോൾമാർക്കിംഗ് ചെയ്യുമ്പോൾ ഫോട്ടോയും അപ്ലോഡ് ചെയ്യണം എന്ന നിബന്ധന പക്ഷേ ഉപഭോക്താക്കളെ ബാധിക്കില്ല.